നമസ്കാരം. ഈ ഓണക്കാലത്ത് എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഉള്ളത്. ബാലതാരമായി വന്ന് പിന്നീട് നമ്മുടെ എല്ലാം മനസ്സിൽ ചേക്കേറിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നായിക കാവ്യ മാധവൻ. ഈ ഓണക്കാലത്ത് കാവ്യയ്ക്ക് ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. പുതിയ ചിത്രങ്ങളെക്കുറിച്ച്, ഓണക്കാലത്തെ ഓർമ്മകളെക്കുറിച്ച് എല്ലാം കാവ്യ മനസ്സ് തുറക്കുന്നു. കാവ്യ, നമസ്കാരം. നമസ്കാരം. ഈ ഓണം എന്ന് പറയുമ്പോൾ കാവ്യയ്ക്ക് എന്താണ് ഏറ്റവും മനസ്സിൽ വരുന്ന പ്രതീക്ഷകൾ എന്താണ്? ആദ്യം കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പുതിയ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ. എന്തായാലും ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് തന്നെ തുടങ്ങാം അല്ലേ? ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുമ്പോൾ ഓണചിത്രം ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം. എന്തായാലും ഓണചിത്രമൊന്നുമില്ല ഇപ്രാവശ്യം. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യം ഓടിയെത്തുന്ന എൻ്റെ നീലേശ്വരം, എൻ്റെ കുട്ടിക്കാലം, ഇതൊക്കെ തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഏത് ആഘോഷമായാലും കേട്ടോ, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആഘോഷിച്ചിരുന്നത് നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ. പിന്നെ സിനിമയിൽ നായികയൊക്കെ ആയിട്ട് വന്ന് സജീവമായതിന് ശേഷം പലപ്പോഴും ഓണം പല ലൊക്കേഷനുകളിലായിരിക്കും, പല യാത്രകളിലായിരിക്കും. പിന്നെ എറണാകുളത്തെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പൂക്കളൊന്നും ഇടാത്തൊരു ഓണം സങ്കല്പിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ഓണവും ഉണ്ടായിട്ടുണ്ട്. നീലേശ്വരമാണ് കാവ്യക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത്. എനിക്ക് ഓണം വരുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എപ്പോഴും മിസ് ചെയ്യുന്നത് നീലേശ്വരം. ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിക്കാൻ, ഓണക്കാലത്ത് കഴിക്കാനുള്ള വിഭവങ്ങൾ കാവ്യ സ്വന്തമായിട്ട് ഉണ്ടാക്കുമോ? ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പപ്പടം കാച്ചും. പിന്നെ എനിക്കറിയാം, എനിക്ക് ഏത്തക്ക പച്ചടി ഉണ്ടാക്കാറിയാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മധുരമുള്ള കറികള് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാവാറില്ല. മധുരമുള്ള, എനിക്ക് കാളൻ 2 തരത്തിലുണ്ട്. മധുരമുള്ള കാളനാണ് എനിക്കിഷ്ടം. പിന്നെ ഇഞ്ചിപ്പുളി ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചിപ്പുളി ഒന്നും എനിക്ക് അതൊന്നും വലിയ പണിയില്ല എന്നാ പറയുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടാക്കാനൊന്നും അറിയാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എലിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. എലിശ്ശേരി തേങ്ങയൊക്കെ വറുത്തരക്കല്ല, വറുത്തിട്ടുള്ള അതിന്റെ ഒരു ടേസ്റ്റും, അത് അമ്മ ഉണ്ടാക്കുന്ന എലിശ്ശേരി തന്നെ. അല്ലാതെ ഇപ്പൊ ലൊക്കേഷനിൽ നിന്ന് കിട്ടുന്നതോ അങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്നതിനൊന്നും എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഏറ്റവും ഇഷ്ടമില്ലാത്ത സാമ്പാറാണ് എനിക്ക്. എന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു സാമ്പാർ. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ഓണത്തിനും വിഷുവിനൊക്കെ നമുക്ക് നോൺ ഉണ്ടാവും. ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ മത്സ്യവും മാംസവും ഒന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കാത്ത വീടുകളിൽ വരെ അന്നത്തെ ദിവസം അതെന്തായാലും വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതൊരു എന്തായാലും ഉണ്ടാവും. എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഓണം നല്ല ഓണമായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മകളിലുള്ള കുറേ നല്ല ഓണങ്ങളില് കഴിഞ്ഞ വർഷത്തെ ഓണം ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഓണത്തിന് പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വീട്ടിലത്തെ ആൾക്കാരും എല്ലാവരും ചേർന്ന് ഭയങ്കര പടക്കം പൊട്ടിക്കലായിരുന്നു. കാരണം അവർക്ക് വിഷു ഒന്നും അവര് പുറത്തുള്ള ആൾക്കാർ, വിഷുവിനൊന്നും അവര് നാട്ടിലുണ്ടാവില്ല. അവർ ഓണം വിഷുവായിട്ടൊക്കെ കൂടി മിക്സ് ചെയ്ത് ആഘോഷിച്ചു. ഞാനൊക്കെ ഉണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന്. ഒരു 10-20 കറികളുണ്ടായിരുന്നു. ഈ റെസിഡൻഷ്യൽ ഏരിയയില് അല്ല, എല്ലാരും അല്ല, ഈ വീട്ടിലത്തെ ഒരു എന്റെ അടുത്ത സുഹൃത്തുണ്ട്, സുജാ കാർത്തിക. അവളും അവളുടെ ഫാമിലിയും വന്നു. അപ്പൊ 3 കൂട്ടം പായസം, കൊറേ കറികള്, അതൊക്കെ അതിലൊക്കെ എന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അവിടെ ആ കറികളുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ചെയ്തു. അത് ശരി. എന്തായാലും നമ്മള് നടന്ന കാവ്യയുടെ പ്രിയപ്പെട്ട മാധവത്തിന്റെ മുമ്പിലാണ് ഉള്ളത്. കാവ്യ ഈ കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം നീലേശ്വരത്ത് നിന്ന് ഇങ്ങോട്ട് പറിച്ചു നട്ടപ്പോൾ എന്താണ് കാവ്യക്ക് ഒരു ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു എന്താ പറയുക, ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറെ കൂടി വ്യത്യാസം വന്നിട്ടുണ്ടാവാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ആസ് എ പേഴ്സൺ എനിക്ക് വ്യത്യാസം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ തീർച്ചയായിട്ടും നീലേശ്വരത്തെ അപേക്ഷിച്ചിട്ട് എറണാകുളത്ത് സൗകര്യങ്ങൾ കൂടുതലാണ് എല്ലാറ്റിനും. ട്രെയിനിൽ ഒരു AC ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ കാസർഗോഡ് പോകണം, അല്ലെങ്കിൽ കാഞ്ഞങ്ങാടോ കണ്ണൂരോ പോകണം. നീലേശ്വരത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നല്ല എന്താ പറയുക, ഒരു നല്ലൊരു ഫംഗ്ഷൻ ഉണ്ട്, നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കോഴിക്കോട് അങ്ങനെ എന്തെങ്കിലും പോകണം. പഴയ സുഖമൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ അവരൊക്കെ തന്നെ എപ്പോഴും അവരിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇപ്പൊ എന്റെ LKG തൊട്ട് പഠിച്ചിട്ടുള്ള എന്റെ ഒരുപാട്, എല്ലാവരൊന്നും അല്ല എന്നാലും ഉണ്ട്, കുറെ പേരുണ്ട്. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും അവരൊക്കെ എല്ലാവരും ലൈഫിൽ സെറ്റിലായി കഴിഞ്ഞു. കാവ്യ പണ്ട് മുതലേ തന്നെ പഠിക്കുമ്പോൾ തന്നെ താരമായിരുന്നു.
എന്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം പൂക്കാലപരമായോടെ ഞാൻ താരമായി. എല്ലാ ഫംഗ്ഷനിലും കാവ്യ എല്ലാ ഫംഗ്ഷനും മാത്രല്ല, പരിചയമില്ലാത്ത കല്യാണത്തിനൊക്കെ എന്നെ കൊണ്ടുപോകും. എന്നിട്ട് താലപ്പൊലിക്കൊക്കെ ഞാൻ, എന്നിട്ട് ചെറുക്കന്റെയും പെണ്ണിന്റെയും ഒക്കെ നടുക്ക് നിർത്തിട്ട് എന്നെ ഫോട്ടോ. എനിക്കിത് ആരാന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ സ്റ്റാർ ആയല്ലോ, അപ്പൊ ഞാനൊരു അവിഭാജ്യ ഘടകമായിരുന്നു പല ഫംഗ്ഷനുകളിലും. മൽബർ നീരുതരപ്പിക്കും പായസ കൊയ്കയിൽ അരയന്നം 5 വയസ്സൊക്കെ ഉള്ളപ്പോ എന്തറിയാനാ. ഇപ്പോഴത്തെ 5 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഇത്തിരിയൊക്കെ വിവരമൊക്കെ ഉണ്ടാവും. അന്നൊക്കെ സ്കൂളിലൊക്കെ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തേക്ക് കാവ്യ കുറച്ചുകൂടെ ചിത്രങ്ങൾ ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ നായികയായിരുന്നു. പക്ഷെ അന്നേരം സിനിമയിൽ ഞാൻ സജീവമാവുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ അഭിനയിച്ചിട്ട് പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ 10ാം ക്ലാസ് കഴിയുന്നവരെ ഒരു 6 മാസത്തെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പുതിയതായിട്ട് വന്ന ഒരു നായികയെ സംബന്ധിച്ചിടത്തോളം 6 മാസം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ആണത്. അന്നൊക്കെ, അന്നല്ല എന്നായാലും വലിയ റിസ്ക് തന്നെയാണ് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ചിന്തിച്ചില്ല. കാരണം നമ്മൾ സിനിമയാണ് ഇനി നമ്മുടെ ജീവിതം എന്നൊന്നും ഒരിക്കൽ പോലും അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനായാലും അമ്മയ്ക്കായാലും ഒരുപാട് പഠിക്കണം എന്നൊന്നുമില്ല, എന്നാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ എന്റെ അമ്മേനൊക്കെ പോലത്തെ ഒരു ലൈഫ്, അതൊക്കെ തന്നെ ഞാൻ ആഗ്രഹിച്ചു. എന്റെ ലക്ഷ്യമേതായിരുന്നു, ഞാൻ ജനിച്ചതേ അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള പോലെ. എന്തായാലും സ്കൂൾ കാലം നല്ലൊരു ബാല്യകാലം നീലേശ്വരത്ത്. പക്ഷെ കോളേജ് ലൈഫ് മിസ്സായതിൽ എപ്പോഴെങ്കിലും ഒരു അങ്ങനെ ഒരു തീർച്ചയായിട്ടും. പിന്നെ നമുക്കത് അറിയാത്തത് കൊണ്ട് വലിയ മിസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല. എന്റെ ജോലിയുടെ വലിയൊരു ഗുണം അതാണ്. നമ്മള് ലൈഫിൽ ആഗ്രഹിക്കണം പലതും നമുക്ക്. എല്ലാം ഡോക്ടർ, എഞ്ചിനീയർ, ഞാൻ IAS ഓഫീസർ വരെ. ഇനി അതിൽ പൂക്കാലം മരവായില് വന്നു ആദ്യമായിട്ട്. പിന്നെ കുറെ ബാലതാരമായി കുറെ സിനിമകൾ ചെയ്തു. പെട്ടെന്ന് നായികയായി 9ാം ക്ലാസ്സില്. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ക്യാമറ അഭിമുഖീകരിക്കുന്ന ഒരു ഭയമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ കൂടെ ഉള്ളതെല്ലാം ഇപ്പൊ ലാലുചേട്ടനായാലും ദിലീപേട്ടനായാലും യൂണിറ്റിലത്തെ ആൾക്കാരായാലും എല്ലാവരും നമുക്ക് പണ്ടേ അറിയുന്ന ആൾക്കാരാണ്. പൂക്കാലം മരവായിൽ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ല ദിലീപേട്ടൻ അന്നേരം. അമ്മയ്ക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ പക്ഷെ ദിലീപേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ടോംസിന്റെ ബോബനും മോളി എന്ന് പറയുന്ന സിനിമയിൽ മോളിയായിട്ട് അഭിനയിച്ചപ്പോ മാനത്തെ കൊട്ടാരത്തിന്റെ ഷൂട്ടിംഗ് അവിടെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് ദിലീപേട്ടനെ കാണുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല. അതിലത്തെ കഥാപാത്രം ശരിക്കും ഒരു പുതിയൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു ചന്ദ്രനുദിക്കുന്നത്. അതെ, പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ വായിച്ചിട്ടുമുണ്ട് കാവ്യക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം രാധയാണെന്ന് എപ്പോഴും. എപ്പോഴാണ് കൂടുതൽ ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ നല്ല കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ഒരു നല്ലൊരു കലാകാരനോ കലാകാരിക്കോ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെരുമഴക്കാലം എനിക്ക് എൻ്റെ ചെയ്ത കഥാപാത്രങ്ങളിൽ നാദ്യ കൊല്ലപ്പെട്ട രാത്രിയിലെ ചക്രമുത്തിലത്തെ വേഷം, അത് ലോഹ്യങ്ങളുടെ, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ലോഹ്യങ്ങളിലുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വേറൊരു രീതിയിൽ അഭിനയം ആ ഒരു പടത്തിന് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ വേറൊരു രീതിയിൽ ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ്. പക്ഷെ ലോഹ്യങ്ങളുടെ ഒരു അടുത്തെത്തുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ആ കഥാപാത്രമായി മാറണം. ഇപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ ചിലപ്പോൾ അന്ന് തലേന്ന് തുടങ്ങിയിട്ട് നമ്മൾ അതിന് മെന്റലി നമ്മൾ അങ്ങനെ ആവണം. ആരോട് സംസാരിക്കാൻ പാടില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, അച്ഛനോടും അമ്മയോടും പോലും സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നിന്നിട്ട് ഷോട്ട് എടുത്തു തുടങ്ങിയപ്പോൾ പറയണ ഇമോഷൻസ് എല്ലാം നമുക്ക് പെട്ടെന്ന് വരുന്നു. ആ സീനിന്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അത് വേറൊരു സ്റ്റൈല്. സിനിമ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ പോലെ ഒരുപാട് നായികമാരൊക്കെ വരുമ്പോൾ കാവ്യക്ക് കാവ്യയുടെ സ്ഥാനം നഷ്ടപ്പെടാതെ പോകുന്നത്? ഞാനെല്ലാം ഈശ്വരന്, എല്ലാം നമുക്ക് നല്ലതും ചീത്തയും എല്ലാം തരുന്നത് ഈശ്വരൻ തന്നെയാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും, ഈ കുഴപ്പമൊന്നും വരുത്തല്ലെന്ന് പ്രാർത്ഥിക്കും എന്നുള്ളൂ. അല്ലാതെ ഞാൻ തന്നെ ഇന്നും 1ാം സ്ഥാനത്ത് അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പം. അങ്ങനെ നമ്മളെ മനസ്സ് അങ്ങനെ പോയാലേ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഈഗോയും പിന്നെ ഒരു മത്സരവും, ദൈവം സഹായിച്ചിട്ടൊരു മത്സര ബുദ്ധി ഇല്ലാത്ത ഒരാളാണ്. എനിക്കത് ഭയങ്കര സന്തോഷത്തിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും. കാവ്യ ഇപ്പം തമിഴിലൊരു 3-4 ചിത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. 3 ചിത്രം, കാശി, എൻ മനവാനി, സാധുമിരണ്ടാൽ. എന്തുകൊണ്ടാണ് പിന്നെ അധികം തമിഴിൽ കോൺസെൻട്രേഷൻ കൊടുക്കാത്തത്? ഒന്നാമത് ചിലപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസിന്റെ ഒരു കുഴപ്പമായിരിക്കാം ഒന്നാമത്തെ കാര്യം. അത് നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ലല്ലോ, സത്യം അതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ചെല്ലുന്നിടം ഞാൻ കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ അതെന്നെ മൊത്തത്തിൽ എൻ്റെ പെരുമാറ്റത്തിന് വരെ എന്നെ അത് ബാധിക്കാറുണ്ട്. നമ്മളെ അറിയുന്ന ആൾക്കാരെല്ലാം നമുക്ക് ചുറ്റുമെങ്കിൽ
വലിയ ബുദ്ധിമുട്ട് എനിക്കത്. എൻ്റെ ഇരുത്തവും നിർത്തവും ഒക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആവണ പോലെ എനിക്ക് തോന്നും. ഇവിടെ ഞാൻ വരുമ്പോഴേ